ബേണബയോയിൽ നിങ്ങളുടെ റയൽ മാഡ്രിഡ് 2-1 തോറ്റിരിക്കുകയാണ് ബയൺ മ്യൂണിച്ചിന് മുന്നിൽ. ഈ 2-1 തോൽവിക്ക് ശേഷം നിങ്ങളിനിയും ബയൺ മ്യൂണിച്ചിൻ്റെ ഹോം ഗ്രൗണ്ടിൽ അലിയാൻസ് അരീനയിൽ പോയിട്ട് മത്സരം ജയിച്ച്, അതും ബയൺ മ്യൂണിച്ച് പോണക്കത്തെ ടീമിനെ ഡോമിനേറ്റ് ചെയ്ത് അവരുടെ ഹോമിൽ ജയിച്ച് സെമിയിലെത്തും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? എനിക്കറിയാം, റയൽ ഫാൻസിന് എപ്പോഴും ആ ഒരു ബിലീഫുണ്ട്. കാരണം പണ്ട് പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു റമോൻ താതാടെയൊക്കെ ആ ഒരു ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജനറൽ ഫുട്ബോൾ ഫാൻസിൻ്റെ മനസ്സിലുമുണ്ട്, പ്രത്യേകിച്ച് റയൽ ഫാൻസിൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പണ്ടത്തെ ആ ഒരു റമോൻ താത നടത്തിക്കൊണ്ടിരുന്ന ടീമാണോ ഇത്? നിങ്ങൾ ഓർക്കണം, പലരും ബയൺ മ്യൂണിച്ചിൻ്റെ ഈ ഒരു വിന്നിനെ അത്ര വില കൊടുക്കുന്നില്ല എന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതല്ല സ്ഥിതി. ഏത് റയൽ മാഡ്രിഡ് ടീമായാലും നിങ്ങൾ ഓർക്കണം, എംബാപ്പെ, വിനീഷ്യസ്, ആർദ ഗുള്ളർ, ജൂഡ് ബെല്ലിംഗാം ഒക്കെ ഉള്ള ടീം മോശം ടീമാണോ? ആ ടീമിനെ റയലിൻ്റെ ഹോമിൽ ബേണബയോയിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. പ്രത്യേകിച്ച് ബയൺ മ്യൂണിച്ച് റീസെൻ്റ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് റയലിൻ്റെ മുന്നിൽ വരുമ്പോഴത്തേനും ബയൺ മ്യൂണിച്ചിനെ മുട്ടിടിക്കാറുണ്ട്. 2012 ശേഷം ബയൺ മ്യൂണിച്ച് ആദ്യമായിട്ടാണ് റയലിനെ തോൽപ്പിക്കുന്നത്, അതും ബേണബയോയിൽ. ഇത് കഴിഞ്ഞ് തിരിച്ചുപോയൊരു ജയം എന്ന് ഇപ്പം ഈ ഒരു സമയത്തെ ബയണിനെയും റയലിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. റയൽ അങ്ങനത്തെ ഒരു കംബാക്ക് നടത്തുകയാണെങ്കിൽ അതൊരു അത്ഭുതം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു മത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഹാഫ് ബയൺ ഡോമിനേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ഹാഫ് റയൽ ഡോമിനേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിൽ ബയൺ ഡോമിനേറ്റ് ചെയ്ത രീതി, ഫസ്റ്റ് ഹാഫിൽ ബയണിൻ്റെ XG 3 XG ഗ്നാബ്രിയുടെയും അതുപോലെ തന്നെ ഉപ്പമെക്കാനോടെയും. 9ാമത്തെ മിനിറ്റിലാണ് ഉപ്പമെക്കാനോടെ ചാൻസ്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഗ്നാബ്രിയുടെ ചാൻസ്. രണ്ടും ടാപ്പിൻ ചാൻസുകളാണ്, സുന്ദരമായിട്ട് ഫിനിഷ് ചെയ്യാവുന്ന ചാൻസ്. അതൊക്കെയാണ് പോയിട്ട് ബയണിൻ്റെ ഫോർവേഡ് പ്ലെയേഴ്സ് മിസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ശരിയാണ്, റയൽ ഡോമിനേറ്റ് ചെയ്യുന്നു, റയൽ 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, 2 മിസ് ചെയ്യുന്നു, 1 സ്കോറൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയണിന് കിട്ടിയ അതേപോലെ ക്ലിയർ കട്ട് ചാൻസുകൾ ശരിക്കും റയലിന് കിട്ടിയിട്ടില്ല. വിനീഷ്യസിൻ്റെ ആ ഒരു ഓപ്പൺ ഗോളിൽ വിനീഷ്യസിന് കിട്ടിയ ആ ഒരു ചാൻസ് ഒഴികെ നിങ്ങൾ നോക്കിയാൽ റയലിന് ക്ലിയർ കട്ട് ചാൻസസ് കിട്ടുന്നില്ല. ഇപ്പം എംബാപ്പയുടെയും വിനീഷ്യസിൻ്റെയൊക്കെ ഷോട്ടുകൾ സേവ് ചെയ്യുന്ന സമയത്ത് എംബാപ്പയുടെ ഷോട്ടുകളൊക്കെ നോക്കിയാൽ ഭയങ്കര ടൈറ്റായിട്ടുള്ള ആംഗിളിൽ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നൊക്കെ ഭയങ്കര ടൈറ്റായിട്ടുള്ള ആംഗിളിൽ നിന്നാണ് എംബാപ്പെ ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ എത്ര നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്താലും മുന്നിൽ നിൽക്കുന്ന ഈ ഒരു രാക്ഷസനാണ് ഈ ഒരു മാനുവൽ നോയർ എന്ന് പറയുന്ന 40 വയസ്സുള്ള മനുഷ്യൻ. 40ാമത്തെ വയസ്സിൽ പുള്ളിയുടെ പ്രൈമിൽ കളിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ 9 സേവാണ് മാനുവൽ നോയർ നടത്തിയിട്ടുള്ളത്. പുള്ളി ഫേസ് ചെയ്ത ഷോട്ട്സിൻ്റെ ഒക്കെ XG നോക്കിയാൽ ഓൾമോസ്റ്റ് 2ന് മുകളിലാണ്, 2.05 XG. അത്രയും ക്വാളിറ്റിയുള്ള ഷോട്ടുകൾ ഫേസ് ചെയ്താണ് ഇത്രയും സേവുകൾ നടത്തിയത്. അപ്പം നിങ്ങൾ എംബാപ്പെ സ്കോർ ചെയ്ത ആ ഒരു ഗോള് നോക്കിയാലും അതും ഓൾമോസ്റ്റ് സേവ് ചെയ്തതാണ് നോയർ. എന്തോ ഭാഗ്യത്തിന് അകത്ത് പോയി. ശരിക്കും ഈ ഒരു ബയൺ മ്യൂണിച്ച് കളിക്കുന്ന ഫുട്ബോൾ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു ടീം ഇഷ്ടപ്പെടുന്ന തരം ഫുട്ബോളാണ്. കാരണം അവർക്കും തിരിച്ച് അറ്റാക്ക് നടത്താനുള്ള അവസരമുണ്ട്. കാരണം ബയൺ മ്യൂണിച്ച് മാൻ സിറ്റിയെ പോലെ തന്നെ കൂടുതൽ പൊസഷൻ കീപ്പ് ചെയ്യുന്നു, ഗെയിമിൻ്റെ കൺട്രോൾ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ കൂടുതൽ അറ്റാക്കിലേക്കും ഹൈലൈൻ കളിച്ചുകൊണ്ട് കൂടുതൽ അറ്റാക്കിന് ശ്രമിക്കുന്നു. അപ്പം ഒരു എറർ, ഒരു മിസ്പാസ് ട്രാൻസിഷനിൽ നേരെ തിരിച്ച് അറ്റാക്ക് നടത്തും. അപ്പം റയലും ആവശ്യത്തിന് ചാൻസ് ക്രിയേറ്റ് ചെയ്യും. റയലിനെതിരെ ഈ ലോ ബ്ലോക്ക് ടീമുകൾ വരുമ്പോഴാണ് റയൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ആർദ ഗുള്ളറായാലും ഇപ്പം റയലിൻ്റെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സോഴ്സുകൾ നോക്കിയാൽ മെയിനായിട്ടും ആർദ ഗുള്ളർ, എനിക്ക് ഇന്നലത്തെ മത്സരത്തിൽ ട്രെൻഡ് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. ട്രെൻഡ് നടത്തുന്ന റൺസ്, കാരണം ഫോർവേഡ് റൺസുകൾ, ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾ, ട്രെൻഡിൻ്റെ വിപ്പിംഗ് ക്രോസുകൾ, അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രോസ്. എനിക്ക് റയൽ മാഡ്രിഡ് ഓരോ പ്രാവശ്യവും ഫ്രീ കിക്ക് ജയിക്കുന്ന സമയത്തും
ട്രെൻഡാണ് ഓരോ ഫ്രീ കിക്കും എടുക്കേണ്ടത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അത്രയും ക്വാളിറ്റിയിൽ ഫ്രീ കിക്ക് എടുക്കുന്ന വേറൊരു മനുഷ്യനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ട്രെൻഡാണെങ്കിൽ ഭയങ്കര ഫോമിലോട്ട് വരുന്നുമുണ്ട്. ട്രെൻഡ് മാച്ചിന് ശേഷം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിൻ്റെ ആ ഒരു ഇഞ്ചുറി എന്നൊക്കെ റിക്കവറായി ഫിസിക്കലി കുറേയും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് പുള്ളിയുടെ ഫോമിനെയൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ട്രെൻഡ് പറയുന്നുണ്ട്. ട്രെൻഡ് ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു ഡിഫെൻസീവ്ലി ആണെങ്കിലും ലൂയിസ് ഡിയാസിനെ പിടിച്ചു കെട്ടാൻ ട്രെൻഡിന് പറ്റിയിട്ടുണ്ട്. ഒഫെൻസീവ്ലി നമുക്കറിയാം ട്രെൻഡ് കൊടുത്ത പല ത്രൂ ബോൾസുകളും ക്രോസുകളും അതേപോലെ തന്നെ എംബാപ്പയ്ക്ക് കൊടുത്ത ആ ഒരു എംബാപ്പയുടെ ഗോളിൽ എംബാപ്പയ്ക്ക് കൊടുത്ത ആ ഒരു അസിസ്റ്റിലുള്ള ആ ഒരു ക്രോസ്. എന്താണേലും ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിൽ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയ 2 മനുഷ്യർ എന്ന് പറയുന്ന ഒന്ന് എംബാപ്പയും അതേപോലെ തന്നെ ഒന്ന് ട്രെൻഡുമാണ് ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ. ബാക്കി വിനീഷ്യസ് ഒക്കെ ഒത്തിരി വേസ്റ്റ്ഫുള്ളാണ്. വിനീഷ്യസ് ആയാലും എംബാപ്പയൊക്കെ ആണെങ്കിലും പലപ്പോഴും ചാൻസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചാൻസുമായി ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം ഈ മനുഷ്യൻ മുന്നിലുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. വിനീഷ്യസിനും ആ ഒരു ഓപ്പൺ ഗോളിൽ നോക്കുമ്പം മാനുവൽ നോയറാണ് മുന്നിലുള്ളത്. അപ്പം അവിടെ മുട്ടിടിക്കുന്നുണ്ട് റയൽ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സിൽ. ഈ മുട്ടിടിക്കുന്ന കാര്യം പറയുമ്പോഴും ഈ ബയണിൻ്റെ ഫോർവേഡ്സും ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ ചാൻസ് അവർ മിസ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഡിഫെൻസീവ്ലി കുറേയും കൂടെ ബെറ്റർ ടീം ബയണാണ്. അതുകൊണ്ട് തന്നെ ക്ലിയർ കട്ട് ചാൻസ് എപ്പോഴും ഡിഫെൻസീവ് ട്രാൻസിഷനിലൊക്കെ കുറേ കൂടെ ബെറ്ററാണ് ബയണിൻ്റെ പ്ലെയേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ട് നല്ല ചാൻസ് കിട്ടത്തില്ല. ഭയങ്കര വിരളമായിട്ടാണ് ചാൻസ്. ബയൺ നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി ഓപ്പൺ അപ്പ് ആകുന്നത് വളരെ വിരളമായിട്ടാണ്. അപ്പോൾ ആ വിനീഷ്യസിന് കിട്ടിയ ആ ഒരു ചാൻസ് ശരിക്കും. പക്ഷേ റയലിനെ പല പ്രാവശ്യം ബയൺ ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫെൻസീവ്ലി റയൽ മോശമാണ്. പ്രത്യേകിച്ച് ആ ഒരു കരേറാസിൻ്റെ സൈഡ് ഒലീസെ ഇന്നലെ പൂണ്ട് വിളയാടിയ ദിവസമാണ്. ഒലീസെ എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും ഞാൻ ഒലീസയുടെ കളിക്കുന്ന രീതി കണ്ടപ്പം എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീസെ പോണക്കത്തെ ഒരു പ്ലെയർ ശരിക്കും റയലിന് വേണം. പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങിൽ കളിക്കാൻ അവിടെ കളിക്കാരില്ല. പലപ്പോഴും റയലിൻ്റെ റൈറ്റ് വിങ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുക. അവിടുന്ന് അറ്റാക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ട്രെൻഡ് അറ്റാക്കിന് വരുമ്പോൾ അല്ലെങ്കിൽ ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ റൈറ്റ് വിങ്ങിലൊരു മനുഷ്യനില്ല. അതൊരു വീക്ക്നെസ് തന്നെയാണ് റയലിൻ്റെ ഗെയിമിനെ സംബന്ധിച്ച്. ഒലീസെ സൈൻ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ബയൺ മ്യൂണിച്ച് വിട്ടുകൊടുക്കുമെന്ന്. അവരുടെ ബോർഡ് മെമ്പേഴ്സ് ആരുണ്ടൊക്കെ ഡയറക്ടർ ആരുണ്ട് പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്. 200 മില്യന് മുകളിൽ ഓഫർ ചെയ്താൽ പോലും ഞങ്ങൾ ഒലീസെ വിട്ടു തരത്തില്ല എന്നാണ് അവർ പറയുന്നത്. സോ അങ്ങോട്ട് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അടുത്ത മത്സരത്തിൽ റയൽ ഈ ഒരു റൈറ്റ് വിങ്ങിലുള്ള ഈ ഒരു പ്രശ്നം, ഒരു പ്രോപ്പർ റൈറ്റ് വിങ്ങർ ഇല്ല, അവിടുന്ന് പ്രോപ്പറായിട്ടുള്ള അറ്റാക്സ് നടത്തുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ട്രെൻഡിന് ആ ഒരു സപ്പോർട്ട് റൈറ്റ് വിങ്ങിൽ കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നം പരിഹരിച്ചേ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല കരേറാസിൻ്റെ ഭാഗത്ത് ഡിഫെൻസീവ് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെർലാൻ മെൻഡി പോണക്കത്തെ ഒരു പ്ലെയർ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകുകയാണെങ്കിൽ എത്രയും വേഗം അവിടെ കൊണ്ടുവരേണ്ടതാണ്. ഈ കരേറാസിന് എന്നാ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ ചാബി അലോൺസോ പോയ കൂട്ടത്തിൽ പുള്ളിയുടെ ഫോമും കൂട്ടത്തിൽ കൊണ്ടുപോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചാബി അലോൺസോയുടെ ടീമിൽ കരേറാസ് എന്ന് പറയുന്ന മനുഷ്യൻ തീപ്പൊരിയായിരുന്നു. ഇതാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അത് മാത്രമല്ല ഡിഫൻസിൽ ഇപ്പം ഡീൻ ഹ്യൂസന് പകരം മിലിറ്റാവും കൂടെ വരുമ്പോഴത്തേനും ഡിഫൻസ് കുറേ കൂടെ സ്ട്രെങ്തൻ ആവും. പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് ചോമേനി പോകുന്നു, ചോമേനി അടുത്ത മാച്ചിൽ സസ്പെൻഡഡ് ആയിട്ട് പുറത്തിരിക്കുന്നു എന്ന് പറയുന്നത് ചോമേനി ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യും? അതൊരു പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എവേ ഗെയിം ഭയങ്കര ടഫറായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ റയൽ സ്ട്രഗിൾ ചെയ്യും ഈ ഒരു എവേ ഗെയിമിൽ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ നമുക്ക് റയലിനെ ഒരിക്കലും പൂർണ്ണമായിട്ടും എഴുതി തള്ളാൻ പറ്റത്തില്ല. കാരണം റയൽ അത്രയ്ക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ഒരു ദിവസം അന്നത്തെ ആ ഒരു പർട്ടിക്കുലർ ദിവസം വിനീഷ്യസും എംബാപ്പയ്ക്കും ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അലിയൻസ് അരീന ആണ് എന്നൊന്നും അവർ നോക്കത്തില്ല. പക്ഷേ അഡ്വാൻറ്റേജ് ബയൺ മ്യൂണിച്ച് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.